പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനഭാഗത്ത് അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്തു യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. പ്രാർത്ഥനയ്ക്ക് ചില വ്യവസ്ഥകളുണ്ട്. അതിലൊന്നാമത്തതാണ് അവന്റെ കൽപ്പനകളെ പാലിച്ച് നമ്മൾ ചോദിക്കുന്നതൊക്കെയും കർത്താവ് തരും. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് എന്തേ ഉത്തരം കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവന്റെ കൽപ്പനകൾ പാലിക്കാതെയാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമതായി, പ്രവൃത്തിയിലും സത്യത്തിലും ദൈവത്തെ സ്നേഹിക്കുന്നവരായി വളരണം. എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തിയിൽ ദൈവസ്നേഹം ഉണ്ടാകുന്നത്? യേശു കർത്താവ് തന്റെ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ സ്നേഹം കാണിച്ചു തന്നു. സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്ന് യേശു പഠിപ്പിച്ചു. കാരണം ഇത് വ്യവസ്ഥയോട് കൂടെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമാണ് വിശ്വാസികൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നത്. വാക്കിനാലും നാവിനാലുമല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ദൈവസ്നേഹത്തെ ഒതുക്കരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. സത്യത്തിന്റെ പക്ഷത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് അവന്റെ ജീവിതത്തിൽ, അവന്റെ പ്രവർത്തനത്തിൽ സത്യത്തിന്റെ ഒരു വശമുണ്ട്. 3, ദൈവത്തിന്റെ മുമ്പാകെ ഹൃദയശുദ്ധിയുള്ളവനായിരിക്കണം. പ്രാർത്ഥിക്കുന്നവൻ എങ്ങനെയായിരിക്കണം? ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവനായിരിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ. മനുഷ്യരാരെല്ലാം നമ്മളെ എന്തെല്ലാം പറഞ്ഞാലും കുഴപ്പമില്ല, ദൈവസന്നിധിയിൽ നാം ശുദ്ധിയുള്ളവരായിരിക്കണം. എങ്ങനെയാണ് ഒരാൾക്ക് ശുദ്ധി വരുന്നത്? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തില് 2-3 വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ വചനത്താൽ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. ശുദ്ധീകരണം വരണമെങ്കിൽ വചനം വരണം. വചനത്താലുള്ള ഒരു ശുദ്ധീകരണം പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. നാലാമതായി, ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും സകലതും അറിയുന്നവനാണെന്ന് വിശ്വസിക്കണം. നാലാമതായി എന്ത് ചെയ്യണം? ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണെന്ന് വിശ്വസിക്കണം. യേശു കർത്താവ് വെള്ളത്തിന് മേളിലൂടെ നടന്നു പോകുന്നത് കണ്ട് അത് യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ പത്രോസ് ചോദിച്ചു, ഞാനും വന്നോട്ടെ? യേശുവാണെന്ന് അറിഞ്ഞപ്പോഴാണ് പത്രോസ് ചോദിച്ചത്. യേശു പറഞ്ഞു, വന്നോ. പത്രോസ് യേശുവിന്റെ കൂടെ വെള്ളത്തിൽ ഇറങ്ങി. ഇതാണ് വിശ്വാസത്തിന്റെ, യേശു എങ്ങനെ നടന്നോ അതുപോലെ നമ്മെ നടത്തുന്നു എന്നതിന്റെ അടയാളമാണ്. യേശു എങ്ങനെ പ്രാർത്ഥിച്ചോ അതേപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി യേശു കാണിച്ചു തന്നവനാണ്. യേശു എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ നമ്മളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചവനാണ്. യേശു എങ്ങനെ ശുദ്ധിയുള്ളവനായിരുന്നോ അതുപോലെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണമെന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവനാണ്. വിശ്വാസത്തിന്റെ വഴി, സ്നേഹത്തിന്റെ വഴി, പ്രാർത്ഥനയുടെ വഴി, ഇതൊക്കെ ഒരു ദൈവ വ്യവസ്ഥയാണ്. ഇത് നമ്മൾ പാലിച്ചേ മതിയാവൂ. ദൈവസന്നിധിയിൽ 1 യോഹന്നാൻ 3:22 പറഞ്ഞതുപോലെ
അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ്റെ കൂടെ ജീവിക്കാൻ ഒരു വിളി കിട്ടിയെങ്കിൽ അതൊരിക്കലും ജീവിതത്തിൽ മാറിപ്പോകരുത്. ഇന്ന് നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ദൈവം നിങ്ങളെ സ്പർശിക്കും. ഹൃദയം തുറന്നു പ്രാർത്ഥിക്കണം. അവരുടെ വ്യവസ്ഥകൾക്കൊത്തവണ്ണം ജീവിക്കണം. കർത്താവിൻ്റെ വ്യവസ്ഥ വിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ദൈവപ്രവൃത്തി കാണാൻ കഴിയില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, നിന്റെ വ്യവസ്ഥയും കൽപ്പനയും അനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം ഇന്ന് നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നു തരണം. കർത്താവെ, നിന്റെ കൽപ്പന അനുസരിക്കും തുടങ്ങും തോറും ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതും ചോദിക്കുന്നതൊക്കെയും ലഭിക്കുന്നത് ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടയായിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.